അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ നേർവഴിക്ക് നടന്നേനെ. മനുഷ്യ, എന്റെ തലയിൽ കയറി ഇരിക്കാൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. മാഷ് പുറത്തു പോയ സമയം ഞാനവിടെ വീടിന്റെ പുറകിൽ പശുവിനെ തീറ്റ. അപ്പോഴുണ്ട് അടുക്കള മുറ്റത്ത് നിന്നിട്ട് പറയാൻ തന്നെ നാണാവുന്നു. മതി സരസ്വതി ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ലേ അമ്മായി കിടന്ന ആളാവണത്. സരസ്വതിയാ വേറെന്ന് വിളിക്കടാ. പിന്നെ മാർക്കൻകുട്ടി വേറെന്ന് പേരിട്ട. ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റും ഒന്നും വേറെ എവിടെയില്ല. പക്ഷേ എന്നെ കുറിച്ച് എന്തറിയാൻ റോയ്ച്ചന്? റോയ്ച്ചന്റെ നാടകത്തിലെ ക്യാരക്ടർ പോലെ ഞാൻ. എന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സമയമില്ല. പറഞ്ഞു കേട്ടപ്പോ ഞാൻ കരുതി ഹെർക്കുലസിനെ പോലെയോ ടാർസിനെ പോലെയോ ഇരിക്കുന്നു. ഇത് തേനെ മുത്തേന്നും പറഞ്ഞ അപ്പനെ നോക്കുന്നതിനെ തിരിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കണം. അതപ്പം മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ. കൊണ്ടാക്ക്. എന്നാലും ഡെയ്സി ചേച്ചി എങ്ങനെ വിഷമിപ്പിക്കാൻ ഇച്ചായൻ എങ്ങനെ തോന്നി? എന്നാടി നിനക്ക് ഈ ചേച്ചി ഉണ്ടായത്?